ഹായ്, പ്രവീണാണ്. ഞാനിപ്പോൾ വരാൻ കാരണം വേറൊന്നുമല്ല. എൻ്റെ സ്ഥലം പാലക്കാട് ജില്ല, ആലത്തൂർ താലൂക്ക്, കിഴക്കഞ്ചേരി വൺ വില്ലേജ്. ഒരു ചെറിയൊരു ക്ഷീരകർഷകനാണ്. ഒരു 7ഓളം പശുക്കൾ, അവരുടെ കുട്ടികൾ, നമ്മുടെ ജീവിതമാർഗ്ഗമാണത്. ഇവരെ കൊണ്ടാണ് നമ്മുടെ ജീവിതമാർഗ്ഗങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞാനിപ്പോൾ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ വരാൻ കാരണം. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാലിന് ഒരു മിനറൽ വാട്ടർ, വെള്ളത്തിൻ്റെ വില പോലും കിട്ടാത്ത ഒരു സംഭവമാണ്. മിനറൽ വാട്ടറിന് നമുക്ക് 20 റുപ്യെങ്കിലും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 25 റുപ്യെങ്കിലും കിട്ടുന്നുണ്ട്. 1 ലിറ്റർ പാലിന് 40 രൂപ പോലും 35 രൂപ പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ്, ഒരു പാലിന് വില കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊസൈറ്റിക്കാർ റീഡിങ്, ഫ്ലാറ്റ്, SNF ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കർഷകനെ പാലിൻ്റെ റേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അത് 30 രൂപ, 35 രൂപ, 36 രൂപ, 37 രൂപ. ഒരു കർഷകനെ കിട്ടുന്നത് 40 റുപ്യ വരെയൊക്കെയാണ്. ഇന്ന് എനിക്ക് കിട്ടിയത് 35 രൂപയാണ്. ഇതിൻ്റെ 2 ദിവസം മുമ്പ് എനിക്ക് 41 റുപ്യ, 42 രൂപ, 39 രൂപ ആ ലെവലിൽ കിട്ടിയതാണ്. ഇന്ന് പോയപ്പോൾ ഞാൻ 2 നേരം കൂടി ഞാൻ 35 ലിറ്റർ പാലളക്കുന്നുണ്ട്. 35-40 ലിറ്ററിൻ്റെ അടുത്ത് പാലളക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് നമ്മളൊരു കർഷകൻ, നമ്മൾ ഈ ജീവിതമാർഗം ഈ പശുക്കളിൽ നിന്ന് പോകുന്ന ഒരു കർഷകനെ ഒരു പച്ചവെള്ളത്തിൻ്റെ വില പോലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ കൊതുക് കടിയും ചാണാനും മൂത്രവും ഒക്കെ വാരി നാട്ടുകാരെ പറമ്പിൽ പോയി നമ്മൾ പുല്ലും എല്ലാം ശേഖരിച്ച് ഇവർക്ക് തിന്നാൻ കൊടുത്ത് ഒരു ഫംഗ്ഷനെ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ഫാമിലി ഫംഗ്ഷനെയോ അല്ലെങ്കിൽ വേറൊരു നല്ലൊരു ഫംഗ്ഷനെയോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും വെളിയിൽ പോകാനോ നമ്മുടെ ജീവിതം ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ ഈ പശുക്കളെ പുലർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതമാർഗം ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാൽക്കുളമ്പ് മേഖലയിൽ ഒന്നാമത് സ്ഥിര കർഷകർ കുറഞ്ഞു തുടങ്ങി. കർഷകർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് പാലിന് വിലയില്ല, രണ്ടാമത് പാലിന് വിലയില്ലാത്തതും, രണ്ടാമത് കാലിത്തീറ്റ തവിടുകൾക്ക് വില കൂടുതലും. അപ്പോൾ ഒരു കർഷകന് 35 രൂപ വെച്ചിട്ട് 1 ലിറ്റർ പാലിന് കിട്ടിയാൽ അവൻ്റെ കുടുംബം എങ്ങനെ ജീവിച്ചു പോകും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വലിയൊരു സങ്കടമായുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ വാൽക്കുളമ്പ് മേഖലയിൽ ഒരുപാട് കർഷകർ ഇപ്പോൾ പശു വിറ്റ് വേറെ തൊഴിലുകൾ തേടി പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ തന്നെ നമുക്കൊരു 800 റുപ്യയും 2 നേരം ചിലവും കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഭവം അല്ലേ? അപ്പോൾ ഈ കർഷകർ നിലനിർത്തുന്നത് മിൽമയും മിൽമൻ്റെ ജീവനക്കാരെയും സൊസൈറ്റിയിലെ ജീവനക്കാരെയും അവിടുത്തെ സംഘങ്ങളെയും നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് കർഷകൻ. ഒരു വെള്ളത്തിൻ്റെ പോലും വില കിട്ടാണ്ട് ഒരു കർഷകന് എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റും? ഇത്രോളം പശുക്കളെ വളർത്തി കടം മേടിച്ച് ലോണെടുത്ത് മാസം ലോൺ അടച്ച് പശുക്കളെ തീറ്റിപ്പോറ്റി പോയ ഒരു കർഷകനെ മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രതിസന്ധിയാണ്. സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വാൽക്കുളമ്പ് മേഖലയിൽ എല്ലാ ചില കർഷകരും പശുക്കളെ കുറേ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ വാൽക്കുളമ്പ് മേഖലയിൽ പാൽ ഉൽപ്പാദനം കുറഞ്ഞു. വാൽക്കുളമ്പ് സൊസൈറ്റി പാലക്കാട് ജില്ലയിൽ നമ്പർ 1 നിന്നൊരു സംഭവമാണ്. വാൽക്കുളമ്പ് സൊസൈറ്റി പേര് കേട്ട ഒരു സൊസൈറ്റി ആയിരുന്നു, നമ്പർ 1 സൊസൈറ്റി ആയിരുന്നു. 2-3 പ്രാവശ്യം ക്ഷീരകർഷകർ അവാർഡ് കിട്ടിയ സൊസൈറ്റിയാണ്. നല്ല പാലിനെ, നല്ല പാലളവിനെ, നല്ല കർഷകർക്ക് എല്ലാത്തിനും, നല്ല പാൽ ഉൽപ്പാദനം എല്ലാത്തിനും കരുത് കിട്ടുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കർഷകരില്ലാത്ത ഒരവസ്ഥയാണ്, പാലില്ലാത്ത അവസ്ഥയാണ്. നിൽക്കുന്ന കർഷകരെ ഇവർ ചൂഷണം ചെയ്യുകയാണ്, പാലിന് വില കൊടുക്കാണ്ട് ചൂഷണം ചെയ്യുകയാണ്. ഈ ലെവലിൽ ഇനിയും മുന്നോട്ട് പോയ കർഷകർ ജീവിതം തന്നെ താളം തട്ടും. അവർ വേറെ വഴികൾ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ആരെയും കുറ്റം പറയണതല്ല, കാരണം എൻ്റെ ഒരു വിഷമം പറയുന്നതാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ സൊസൈറ്റി കൊണ്ട് രാവിലെ കൊതുകടിയും കൊണ്ട് നമ്മൾ രാവിലെ എണിച്ച് പശുവിനെ 4 മണിക്ക് എണിച്ച് പശുവിനെ കഴുകി കറന്ന് 7:30 ആകുമ്പോഴേക്കും സൊസൈറ്റിയിൽ എത്തിച്ച് പാല് കൊടുത്ത് അവിടെ നിന്ന് നമുക്ക് 1 ലിറ്റർ പാലിന് വില കിട്ടുന്നത് 36-37 രൂപയും 35 രൂപയും തോതിൽ കിട്ടുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ചോരയാണ് വീഴുന്നത്.
അത് മിൽമയും സൊസൈറ്റി ജീവനക്കാരും അത് പരിഗണിക്കാണ്ടിരുന്ന വാലക്കൊമ്പ് സൊസൈറ്റി ഈ എന്താ പറയുക നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇട്ടാണ്, നമ്മുടെ വിഷമം നമ്മളൊരു വീഡിയോ ഇട്ടതാണ്.